Praise the Lord. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മുൻ നിശ്ചയിച്ച പ്രകാരം ലൈവിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് ഒരുക്കിയ വലിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ച് ഇപ്രകാരം ഒരവസരം ഒരുക്കി തന്ന കർത്താവിൽ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ അബ്രഹാം കുട്ടി അവർകൾക്കും അതുപോലെ JCNDSD എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്ന ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന ഇനി വരുവാനുള്ള ഏവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ പരിമിതമായിട്ടുള്ള ഭവനത്തിലെ സൗകര്യം അനുസരിച്ച് പകലിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. അതിനുശേഷം സന്ധ്യാസമയം ഏവർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തുവല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയം ഈ ഗ്രൂപ്പിലൂടെ എന്റെ പ്രിയ സ്നേഹിതരോടായിട്ട് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ള ദൈവിക ദൂത്, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 18:4 ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ഒന്നുകൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായവും 18-ാം അധ്യായവും നമുക്കറിയാം, ദൈവത്തിനെതിരെ, ദൈവത്തിന്റെ പ്രവൃത്തിക്കെതിരെ വെല്ലുവിളിക്കുന്ന രണ്ട് സംഭവങ്ങളും അതിന്റെ തകർച്ചയുമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ 17-ാം അധ്യായത്തിൽ ദൈവത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ഒരു മതത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. ആ മതം ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായി തിരസ്കരിക്കുന്നതായിട്ട്, അതിനുശേഷം അതിന് വരാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ ഒരു പട്ടണത്തിന്റെ നാശത്തെയാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഇത് രണ്ടിന്റെ പേര് ഒന്ന് തന്നെയാണ്. ഒന്ന്, 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ 18-ാം അധ്യായത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാനഗരത്തെ, പട്ടണത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ഒരു പട്ടണത്തിന്റെ നാശവും ഒരു മതത്തിന്റെ നാശവും, ഇത് രണ്ടും ദൈവത്തിനെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഇത് ചരിത്രപരമായിട്ട് നമ്മൾ പുറകിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം,
ഇന്ന് കാണുന്ന സകല അനാചാരങ്ങളുടെയും, ഇന്ന് കാണുന്ന ദൈവത്തിനെതിരെയുള്ള സകല വെല്ലുവിളികളുടെയും പിൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെ പ്രവർത്തിച്ചത് ബാബിലോൺ എന്ന് പറയുന്ന ഒരു രാജ്യവും, ആ രാജ്യം എങ്ങനെ ഉളവായി എന്നുള്ള ചരിത്രവും ഉൽപ്പത്തി 10-11 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ബാബിലോണിൽ നിന്നാണ് സകല ദുരാചാരങ്ങളുടെയും സകല പാപത്തിന്റെയും പിന്തുടർച്ച കടന്നു വരുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞത് ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുവാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണ് POC ബൈബിൾ നമുക്കതിന് അർത്ഥം നൽകുന്നത്. സത്യവചനത്തെ വളച്ചൊടിച്ച്, നേരായ നിലയിൽ ചിന്തിക്കാതെ അതിനെ വളച്ചൊടിച്ച് മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരും നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും എന്നാണ്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നമ്മൾ വായിക്കുന്ന അവസരത്തില് ഇവിടെ പറയുന്നത്, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ, ക്രൂരന്മാരായിരിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ വിപരീത ഉപദേശവുമായിട്ട് നിങ്ങളുടെ ഇടയിൽ കടന്നു വരും എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഉപദേശം പ്രഥമ ദൃഷ്ടിയ അത് വളരെ നല്ലതായിട്ട് തോന്നും, പ്രഥമ ദൃഷ്ടിയ വളരെ മനോഹരമായിരിക്കും. അത് നോക്കുന്ന അവസരത്തിൽ വചനവുമായിട്ട് വളരെ ഒത്തുപോകുന്നു എന്ന് തോന്നിപ്പോകും. എന്നാൽ അത് വ്യക്തമായി അതിനെക്കുറിച്ച് ഒരു നല്ല ഗ്രാഹ്യം, ഒരു നല്ല പഠനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വീഴും, നമ്മൾ തകർന്നു പോകും. കാരണം സാമ്യത്തിൽ വളരെ വളരെ ഒത്തൊരുമയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും, അത് ശരിയാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള വളച്ചൊടിച്ച ഉപദേശം ഞാൻ പോയ ശേഷം ക്രൈസ്തവ ലോകത്തിൽ കടന്നു വരുമെന്ന് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ അവിടെ രേഖപ്പെടുത്തിയതാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ വായിച്ചത്, എന്റെ സ്വർഗത്തിൽ നിന്ന് വേറൊരു ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഓഹരിക്കാരാകരുത്, അവളുടെ ബാധകളിൽ നിങ്ങൾ അതിന് ഓഹരിക്കാരാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചെന്നായ്, ഈ ചെന്നായ് എന്നുള്ള പദപ്രയോഗം തന്നെ നമുക്കറിയാം, ഇത് ഒരു നായുടെ വംശത്തിൽപ്പെട്ട ഒന്നാണെങ്കിലും ഹല്ലേലൂയ, ഇതൊരു വന്യജീവിയാ. നാം സാധാരണ ഈ ഡിസ്കവറി ചാനലിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ചെന്നായ്ക്കൾ കൂട്ടമായിട്ട് ആടുകളെ, മാനിനെ, അങ്ങനെ മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കൂട്ടമായിട്ട് വരും, വന്നതിനു ശേഷമായി മറ്റുള്ള സാധു മൃഗങ്ങളെ തകർത്തു കളയുന്നു, വലിച്ചു കീറുന്നു.
കടിച്ചു കീറുന്ന ചെന്ന എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നായുടെ വംശത്തിൽപ്പെട്ടതാണെങ്കിലും ഇത് വന്യജീവിയാണ്. അങ്ങനെയുള്ള ഒരു വിധത്തിലും വന്യജീവി എന്ന് പറയുമ്പോൾ ദൈവവചനവുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുമെങ്കിലും, നോട്ടത്തിൽ തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ള് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതല്ല. സാത്താനാൽ വശീകരിക്കപ്പെട്ട, സാത്താന്റെ വശീകരണ ശക്തിയുമായിട്ട് കടന്നു വന്ന അനേകരെ തങ്ങളുടെ പിന്നിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സമൂഹം എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സപ്പന്യാവ് 3:3 വായിക്കുമ്പോൾ ന്യായാധിപന്മാർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. യിരെമ്യാവ് 5:6 വായിക്കുമ്പോൾ മരുപ്രദേശത്തിലെ ചെന്നായ് അവരെ പിടിച്ചുകൊണ്ടുപോകും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-16 വാക്യം വായിക്കുമ്പോൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ആകാത്ത വൃക്ഷം നല്ല ഫലം കായ്ക്കുമാറില്ല. ഹല്ലേലൂയ. മത്തായി 10:16 വായിക്കുമ്പോൾ എന്താ? ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ചെന്നായ്ക്കൾ ഉഗ്രതയുള്ളവയാണ് എന്നും നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ പോയ ശേഷം ചെന്നായ്ക്കൾ വിപരീത ഉപദേശം, ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന ഉപദേശം പറയുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമെന്നാണ്. ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് ഘടകവിരുദ്ധമായി നിൽക്കുന്ന, ദൈവം എന്തു പറയുന്നുവോ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പുരുഷന്മാർ എഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമുക്ക് ബൈബിളിലൂടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യം ഞാൻ ഇതിനോട് ചേർന്ന് ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24:24. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ. എന്താണ് ഇതിന്റെ അർത്ഥം? കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഭിഷക്തൻ എന്നാണ്. കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കള്ള അഭിഷക്തന്മാർ, കള്ള അഭിഷേകം പ്രാപിച്ചവര്. യഥാർത്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലല്ല കള്ളക്രിസ്തുക്കൾ, കള്ള അഭിഷക്തർ. അന്ത്യകാലത്തിന്റെ ലക്ഷണമാ കള്ള അഭിഷക്തന്മാര് എഴുന്നേൽക്കുന്നത്. ഇന്ന് നമ്മൾ കാണുമ്പോൾ അവര് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനങ്ങളെ വശീകരിക്കുന്നു. അവർക്ക് വചനമൊന്നും പറയുവാനായിട്ട് കഴിയില്ല. വചനത്തിലൂടെയല്ല, അവര് ചില പ്രകടനങ്ങൾ കാണിച്ച് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് പൗലോസ്ലീഹയും പറഞ്ഞത്. തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആൾക്കാര് അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് കർത്താവായ യേശു പറയുന്നത് ഇങ്ങനെയാണ്: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കർത്താവും ഇത് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയ സ്നേഹിതരെ, നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ കാലം നമുക്കറിയാം. എല്ലാ നിലകളിലും വളരെ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ ഗോളവും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ഘടകവിരുദ്ധമായി, ഈ ഘടകവിരുദ്ധം എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ വായിച്ച തിരുവചന ഭാഗം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്ന മർമ്മം മഹദിയ ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മാതാവാണെങ്കിൽ
അവക്ക് പുത്രിമാരുണ്ട്, സംശയമൊന്നുമില്ല. അതൊരു മാതാവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു മതവും, എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മതം, അതിനെ മർമ്മം മഹതിയാം ബാബിലോൺ എന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ബാബിലോണിലെ ആചാരങ്ങൾ മുഴുവൻ മർമ്മമായി, ബാബിലോണിലെ ആചാരങ്ങൾ മുഴുവൻ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സമൂഹം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു പൊൻപാത്രമുണ്ട്, ജാതികൾ അതിൽ നിന്ന് കുടിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം. 2 തെസ്സലോനി 2:2 ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. അപ്പോൾ ചതിക്കപ്പെടുവാൻ, ചതിയിൽ വീഴുവാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷം കടന്നു വരുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നതിന്റെ ഉദ്ദേശം നാം സൂക്ഷിക്കാൻ വേണ്ടിയാ. നാം സൂക്ഷിച്ച് ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നു അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. തടുക്കുന്നത് എന്ന് പറയുന്നത് അധർമ്മമൂർത്തി വെളിപ്പെടാതിരിക്കുവാൻ കാരണം ഇവിടെ തടഞ്ഞു നിർത്തുന്ന ഒന്നുണ്ട്. അത് ദൈവത്തിന്റെ സഭയാണ്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവത്തിന്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ട്, അവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അധർമ്മമൂർത്തി ഇപ്പോൾ വെളിപ്പെടുന്നില്ല. അതിന്റെ സമയത്ത് അത് വെളിപ്പെടും. എങ്കിലും അതിന്റെ മർമ്മം, അതിന്റെ വ്യാപാര ശക്തി ഇന്നും ഇവിടെ ഉണ്ട് എന്നാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ തന്റെ ദാസന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ വളരെ സൂക്ഷ്മതയോടെ, വളരെയധികം ജാഗ്രതയോടെ നമ്മുടെ ചുവടുകൾ വെക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടെ നാം മുൻപോട്ട് പോകണം എന്നാണ് പരിശുദ്ധാത്മാവ് എടുത്തെടുത്തു പറയുന്നത്. ഹല്ലേലൂയ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് എങ്ങനെയാണ് അവൻ വെളിപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അത് 2:9 വാക്യം വ്യക്തമാക്കി തരുന്നുണ്ട്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. ആർക്കാണ്? നശിച്ചു പോകുന്നവർക്ക്. സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അപ്പൊ അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിന് മുൻപേ അതിന്റെ വ്യാപാര ശക്തി ഈ ഭൂമിയിൽ വ്യാപരിക്കുമെന്നും അതിൽ ചില കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കള്ള അഭിഷേകം പ്രാപിച്ച പലരും എഴുന്നേൽക്കുമെന്നും, അവരെഴുന്നേൽക്കുമ്പോൾ അവരിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കും എന്നാണ്. അത് യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ അല്ല. ഹല്ലേലൂയ. അത് കള്ളക്രിസ്തുക്കൾ, കള്ള അഭിഷേകം പ്രാപിച്ചവർ എന്നാണ് ബൈബിൾ വ്യക്തമാക്കി തരുന്നത്. ഹല്ലേലൂയ. 2:9 ഒന്നുകൂടെ വായിക്കാം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ച് പോകുന്നവർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ, നാശത്തിലേക്ക് പോകാൻ പദ്ധതിയിട്ട അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. ദൈവം ചിലരെ ഈ ലോകത്തിൽ നാശം വിതയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം, സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഹിതമാകുന്ന രീതിയിൽ
ആണ് അവര് മുൻപോട്ട് പോകുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയില്ല. ഒരുപക്ഷെ ബൈബിൾ കയ്യിൽ കാണാം, ഒരുപക്ഷെ ഘോരഘോരം പ്രസംഗം നടത്തുന്നവരായിരിക്കാം. എന്നാൽ അവരെ നമ്മൾ ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയാം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നല്ല വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ള വസ്തുത മറന്നുപോകരുത്. ഒരുവനിൽ ആകാത്ത ഫലമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അവന്റെ ആത്മാവിനെ സൂക്ഷിക്കണം. അവൻ ഈ കള്ളക്രിസ്തുക്കൾ എന്ന ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാണ്. വളരെ സൂക്ഷിച്ചു തന്നെ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ വിച്ഛേദിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മുടെ ലക്ഷ്യം എന്താ? ദൈവരാജ്യത്തിൽ പോകുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ കരങ്ങളിലുള്ള ഈ ബൈബിൾ എന്ത് പറയുന്നുവോ അതനുസരിച്ച് മുൻപോട്ട് പോവുക. അത് മാത്രമേ ഉള്ളതിന് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള വഴി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ലോകത്തിൽ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന എന്തും കണ്ടുകൊണ്ട് ജീവിക്കരുത്. മനുഷ്യനെ നോക്കിയല്ല ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമെന്നാണ്. യേശുവിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചാൽ ഒരിക്കലും പ്രിയ സ്നേഹിതരെ നാം പരാജയത്തിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല. ഒരിക്കലും നാം തകർന്നു പോകയില്ല. ഹല്ലേലൂയ. ദൈവവചനം അത് വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനുള്ള ഒരു ആത്മബലം എപ്പോഴും അവനിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ വചനമനുസരിച്ച് മനസ്സാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ച്ച് മുൻപോട്ട് പോയാലുള്ള ഗുണം. ദൈവം നമ്മളെ സഹായിച്ചിരിക്കും. ദൈവത്തിന്റെ വലിയ കരമുണ്ടായിരിക്കും. 2:11 വായിക്കുമ്പോൾ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. മനസ്സിലായോ? ഇതാരാണ്? ഈ കള്ളപ്രവാചകനെ അല്ലെങ്കിൽ കള്ളക്രിസ്തുക്കൾ വ്യാജ ആത്മാവ് പ്രാപിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ബൈബിൾ എടുത്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന പലരെയും ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? അതാണ് ഇവിടെ പറയുന്നത്. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന, മനസ്സിലായോ? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഹല്ലേലൂയ. സത്യം എന്താണെന്ന് ബൈബിൾ നോക്കി പഠിക്കുവാൻ തയ്യാറാകാത്ത, അനീതിയിൽ മാത്രം രസിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയും ഈ വ്യാജം, ഏത് വ്യാജം? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പണസമ്പാദനത്തിനു വേണ്ടി, ദ്രവ്യാഗ്രഹത്തിനു വേണ്ടി ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരാത്മാവിന്റെ പ്രവർത്തനത്തെ ആർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല? സത്യം ഗ്രഹിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ഈ ഭോഷ്ക്ക് വിശ്വസിക്കേണ്ട ഗതിയിലേക്ക് അവൻ എത്തപ്പെടുകയും ഒടുവിൽ അതൊരു വലിയ ദുരന്തമായി അവന്റെ ജീവിതത്തിൽ പരിണമിക്കുകയും ചെയ്യുമെന്നാണ് നാം വിശ്വസിക്കുന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതം നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിനാൽ അത് വിശ്വസിക്കേണ്ടവരല്ല. ബെരോവയക്കാരെ പോലെ അവര് ദിനം പ്രതി ദൈവവചനം കേട്ടത് മാത്രമല്ല, കേട്ടിട്ട് അങ്ങനെ തന്നെയോ എന്ന് അവർ ഭവനത്തിൽ ചെന്ന്, വീട്ടിൽ ചെന്ന് കേട്ട വചനം ഈ ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു പോരുന്ന ഒരു 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 കൂട്ടമായിരുന്നു ബെരോവക്കാർ. ഹല്ലേലൂയ. എന്തെങ്കിലും കേട്ടിട്ട്, ഓ ഭയങ്കര അത്ഭുതമല്ലേ നടക്കുന്നത്, അടയാളങ്ങൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, എന്തെല്ലാം സംഭവിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുകയാണ്, ഇനി ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ബൈബിളും നോക്കുകയില്ല, അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകുകയില്ല. വ്യാജം വിശ്വസിക്കുമാറ് ദൈവം അവനെ തള്ളിക്കളയുവാനിടയായി തീരും എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഹല്ലേലൂയ. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുന്നത് പറയുന്നത് വിപരീത ഉപദേശത്തിന്റെ ഉറവിടത്തെക്കുറിച്ചാണ് പറയുന്നത്. വിപരീത ഉപദേശം, ദൈവത്തോട് മത്സരിക്കുന്ന ഉപദേശം. അതാണ് ഞാൻ പ്രാരംഭത്തിൽ വായിച്ചത്. എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്, അവളുടെ ബാധകളിൽ നിങ്ങൾ ഓഹരിക്കാരാകാതിരിപ്പാൻ അവളെ വിട്ട് പോരുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബാബേലിലാണ് ഈ മത്സരം ആരംഭിച്ചത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാവ് 51-ാം അധ്യായം 7-ാം വാക്യം ഞാനിപ്പോൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യിരെമ്യാവ് 51-ന്റെ 7-ാം വാക്യം. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താൻ താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. എവിടെന്നാ? ബാബേലിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ബാബേലിൽ പാർക്കുന്നില്ലെങ്കിലും ബാബേലില് അവിടെ ആരംഭിച്ച ദുഷിച്ച ആ ആചാരങ്ങളും ദുഷിച്ച ഉപദേശങ്ങളും ദൈവത്തോട് മത്സരിച്ച് ബാബിലോൺ കാട്ടിക്കൂട്ടിയ ഉപദേശങ്ങൾ എല്ലാ സംഘടനയിലും ഉണ്ടേ. അത് കുറേശ്ശെയായിട്ട് എല്ലായിടത്തും ഉണ്ട്, വീതം വെച്ചിരിക്കുക. ഒരിടത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരിടത്ത് വേറൊരു വിധത്തിലാണ്. ബാബിലോണിന്റെ ഉപദേശം അല്പം പോലും തൊട്ടു തീണ്ടാത്ത ഒരു സംഘടന ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ് കാണാൻ. ഏതെങ്കിലും ബാബിലോണിയ പാപത്തിന്റെ അടിമയായി ബാബിലോണിയ ദുരുപദേശത്തിന് ഏതെങ്കിലും ഭാഗത്ത് തോളുകൊടുത്ത് ചുമക്കുന്നവരായി ഇന്ന് ക്രൈസ്തവ ലോകം മാറിയിരിക്കുന്നുവെന്ന് വ്യക്തമായി പഠിക്കുന്ന ഒരു പഠിതാവിന് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യിരെമ്യാവ് 51-ന്റെ 6-7 വാക്യം. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താൻ താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. അത് യഹോവയുടെ പ്രതികാര കാലമല്ലോ. അതിന്റെ പ്രവർത്തിക്കു തക്കവണ്ണം അവൻ അതിനോട് പ്രതികാരം ചെയ്യും. ബാബിലോണിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോരണമെന്ന് പറഞ്ഞാൽ, അവളെ വിട്ടോടണമെന്ന് പറഞ്ഞാൽ, അവളുടെ പാപത്തിൽ നിങ്ങൾ കൂട്ടാളികളാകരുതെന്ന് പറഞ്ഞാൽ, അവൾക്ക് വരുവാൻ പോകുന്ന ബാധകളിൽ നിങ്ങൾ ഓഹരിക്കാരാകരുതെന്ന് പറഞ്ഞാൽ, ബാബിലോണിലെ പുളിച്ച ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ ദൈവഹിതമല്ലാത്ത ഉപദേശമാണ് എങ്കിൽ അതിനെ പൂർണ്ണമായി വലിച്ചെറിയണം, പൂർണ്ണമായി നീക്കിക്കളയണം. നമ്മൾ ക്ലീൻ ചെയ്യണം. ഹല്ലേലൂയ. അത് നമ്മളെ അശുദ്ധരാക്കും. അതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി അതിന്റെ 7-ാം വാക്യം. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രം ആയിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞ് കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന്. മനസ്സിലായോ? ഭയങ്കര ശക്തിയുള്ള കുറച്ച് വീഞ്ഞാ. നമ്മളിന്ന് മനുഷ്യനിന്ന് കുടിക്കുന്ന വീഞ്ഞിനേക്കാൾ ഏറ്റവും ലഹരിയുള്ള വീഞ്ഞാണ് ബാബേലിലെ വീഞ്ഞ്. ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്നതല്ല, ബാബേലിൽ നിന്ന് കടന്നു വന്ന ദുരുപദേശത്തെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബാബിലോൺ പട്ടണത്തിൽ നിന്ന്, ബാബിലോൺ രാജ്യത്തിൽ നിന്ന് സകല ജാതികളിലേക്കും ഈ വീഞ്ഞ് ഊറ്റിക്കൊടുക്കാൻ ഒരു പാത്രമുണ്ടായിരുന്നുവെന്നാണ്. ആ പാത്രത്തിൽ നിന്ന് സകല ജാതികളെയും കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബാബേലിന്റെ ആരംഭം നമുക്ക് നോക്കാം. ഒരല്പം അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വലിയ ചരിത്രപരമായിട്ട് പുറകോട്ട് വളരെ കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ബാബേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ആരംഭത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും
ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആദ്യമായിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ടുള്ള സാത്താന്റെ ഒരു വെല്ലുവിളിയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം ഈ ബാബേൽ എന്ന പട്ടണം അല്ലെങ്കിൽ ഈ ഗോപുരവും അതാരാണ് പണിതത് എന്നുള്ളതിന് വ്യക്തമായിട്ട് തെളിവുകൾ വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിമ്രോദാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവനാണ് ബാബേൽ രാജ്യത്തിലെ ഒന്നാമത്തെ രാജാവ്. അവനാണ് അതിന്റെ പിൻപിൽ ജനങ്ങളെ കൂട്ടിച്ചേർത്ത് വരുവിൻ എന്ന് പറഞ്ഞ് നമുക്ക് ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ അവന്റെ പദ്ധതി നോക്കിയേ. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിനെതിരെയുള്ള പദ്ധതിയാണ്. അപ്പൊ ബാബേലിലാണ് അതിന് ആരംഭം കുറിച്ചത്. പൗലോസ് ഈ ബാബേലിന്റെ ഉപദേശം ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ പോകുന്നുവെന്ന് പ്രവചനയാത്മാവിൽ പൗലോസ്ലിക ഗ്രഹിച്ച് അത് പൗലോസ്ലിക വ്യക്തമാക്കി പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച തിരുവചന ഭാഗം. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവജനം ഒന്നിച്ച് അവരൊന്നിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം. എങ്കിലും ഒരു വലിയ ഗോപുരം പണിത് അവര് മുൻപോട്ട് പോവുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ദൈവം ആദിമ അപ്പോസ്തോലിക സഭയിൽ ദൈവം ഒരു പീഡ അയച്ചു. തന്റെ ശിഷ്യന്മാര് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അന്ന് ചിന്നിച്ചെറിപ്പോയി. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ചിതറിയവർ വചനം പ്രസംഗിച്ചുകൊണ്ട് അവിടെവിടങ്ങളിൽ സഞ്ചരിച്ചുവെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വചനം പ്രസംഗിക്കുവാനായിട്ട് ഉള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ചിലപ്പോൾ ചില പീഡകൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുക എന്നുള്ളത് അവന്റെ ആഗ്രഹം. ഇത് ദൈവത്തിനെതിരെയുള്ളവന്റെ മത്സരമാണ്. ഞാനത് വിശദീകരിക്കാം. ദൈവത്തിന്റെ നിയമം എന്താണെന്ന് നമുക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ നിയമം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവിൻ എന്നാണ്. ദൈവത്തിന്റെ നിയമം എന്താ? ഭൂമിയിൽ നിറയണമെന്നുള്ളതാ, ഭൂമിയിൽ ചിതറി പോകണമെന്നുള്ളതാ. ഈ നിമ്രോദ് ബാബേൽ ഗോപുരം പണിതപ്പോൾ അവന്റെ പദ്ധതി എന്താ? നിങ്ങൾ എങ്ങും ചിതറേണ്ട, നിങ്ങൾ ഒരു ഗോപുരം ഉണ്ടാക്കി ഇവിടെ തന്നെ ഇരുന്നാൽ മതി. സോറി. അപ്പം ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ നിൽക്കുക എന്നുള്ളതാണ് എക്കാലവും സാത്താന്റെ വലിയ പദ്ധതി. ഹല്ലേലൂയ. അതിന് ചില വ്യക്തികളെ സാത്താൻ കരങ്ങളിലെടുക്കും. സാത്താൻ കരങ്ങളിലെടുത്തിട്ട് ദൈവത്തിന്റെ പ്രമാണത്തെ വ്യതിചലിക്കുകയും ദൈവത്തിന്റെ പ്രമാണത്തെ സംശയിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അവൻ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എന്താ? ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നാണ്. ഹല്ലേലൂയ. നോഹയുടെ കാലത്തും പെട്ടകം പണിതതിനു ശേഷം വീണ്ടും ന്യായവിധി സമയത്ത് പെട്ടകത്തിനുള്ളിൽ പാർത്ത നോഹയും കുടുംബവും വെളിയിൽ വന്ന് താൻ ദൈവത്തിന് യാഗം അർപ്പിച്ചു. യാഗം അർപ്പിച്ചപ്പോൾ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 9-ന്റെ 1 വായിക്കുമ്പോൾ ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു.
അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം എന്നാണ്. അപ്പൊ ഭൂമിയിൽ ചിന്നിച്ചിതറി ഭൂമിയിൽ നിറഞ്ഞ് വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഈ പദ്ധതിക്കെതിരെ സാത്താൻ കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ബാബേൽ ഗോപുരം. ബാബേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കലക്കം എന്നാണ്. ബാബേൽ ഗോപുരമാണ് അതിനെതിരായിട്ട് പിശാച് കൊണ്ടുവന്ന പദ്ധതി. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിന് 4 വാക്യം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. കർത്താവിന്റെ ഉടമ്പടി എന്താ? ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം. ആ ഗോപുരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാവോ? അത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേൽ ജനത്തെ അവിശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു സാത്താന്റെ പദ്ധതി. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 9:11 നമ്മൾ വായിക്കുമ്പോൾ, ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകയില്ല എന്ന് ഞാൻ നിങ്ങളോട് നിയമം ചെയ്യുന്നു. ഇനി ജലപ്രളയത്താൽ സകല ജഡവും നശിക്കയില്ല, നശിപ്പിക്കയില്ല എന്ന് ദൈവം നിയമം ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ അവിശ്വസിക്കുവാൻ വേണ്ടിയുള്ള സാത്താന്റെ പദ്ധതിയായിരുന്നു ബാബേൽ ഗോപുരം, ആകാശത്തോളം എത്തുന്ന ഈ ഗോപുരത്തിന്റെ പണി. ഇനി ദൈവം ഒരു പ്രളയം വെച്ചാൽ നാം നശിക്കുകയില്ല, നമുക്ക് ആ ഗോപുരം ഉണ്ടാക്കി അവിടെ കയറിയിരിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേൽ ദൈവത്തിന്റെ പദ്ധതി പൊളിക്കുക എന്നുള്ളത് സാത്താന്റെ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള വലിയ തന്ത്രമാണ്. ഹല്ലേലൂയ. അത് ദൈവപൈതലെ നീ അറിയാതിരിക്കരുത്. ബാബേലിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 17 അധ്യായം 3 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവളുടെ പേര് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അവളൊരു മാതാവാ. ഹല്ലേലൂയ. അവൾ മാതാവാണെങ്കിലും ഹല്ലേലൂയ, അവളുടെ ഇരിപ്പ് മരുഭൂമിയില. അവളുടെ ഇരിപ്പ് നമുക്കറിയാം. ദൈവത്തിന്റെ വചനപ്രകാരം അത് പരിശോധിക്കുമ്പോൾ അവൾ ആരാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇന്ന് സന്ധ്യാസമയം ആ വിഷയം സംസാരിക്കുവാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. മർമ്മം മഹതിയാം ബാബിലോൺ, ഹല്ലേലൂയ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. POC ബൈബിൾ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ അതിന്റെ POC ബൈബിളിൽ 291 ബൈബിൾ കത്തോലിക്ക സഭയാൽ എഴുതപ്പെട്ട ബൈബിളാണ് POC ബൈബിൾ. അവിടെ പറഞ്ഞിരിക്കുന്നത് റോമ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. റോമ നഗരത്തിന്റെ പ്രതീകാത്മകമാണ് ബാബിലോൺ. ഇതെല്ലാം വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏകസത്യ ദൈവത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മുഴുവൻ അകറ്റിക്കളയുവാനുള്ള മ്ലേച്ഛത നിറഞ്ഞ ഒരു പാനപാത്രമാണ് ഇവളുടെ കയ്യിലുള്ളത്. വെളിപ്പാട് പുസ്തകം 18:4 നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്, എന്റെ ജനമായുള്ളവരെ. പിന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം പറഞ്ഞു കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളെ വിട്ട് പോരുവിൻ, അവളുടെ പാപങ്ങളിൽ നിങ്ങൾ കൂട്ടാളികൾ ആകരുത്, അവളുടെ ബാധകളിൽ നിങ്ങൾ ഓഹരിക്കാര് ആകരുത്. ആമേൻ. ഇവളാണ് മാതാവ്. ഈ മാതാവിൽ നിന്ന്
കടന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ബാബിലോണിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഉപദേശത്തിന്റെ ഏതെങ്കിലും ഒരു അല്പമെങ്കിലും ഇല്ലാത്ത ഒരു ക്രൈസ്തവ സംഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പരിശോധിക്കണം, വളരെ പരിശോധിക്കണം. ഏതെങ്കിലും അല്പമെങ്കിലും ചുമന്നുകൊണ്ട് നടക്കുന്ന സംഘടനകളാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ അല്പമെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ബാബിലോണിലെ ഉപദേശത്തിന്റെ അല്പം അതിന്റെ അംശം പറ്റി, അതിന്റെ അംശം അല്പമെങ്കിലും പിടിച്ചെടുത്തിരിക്കുന്ന പലരെയും ഇവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നത് എന്തുവാ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം പറയുന്നതായി കേട്ടത്, എന്റെ ജനം ഉള്ളവരെ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്. ആരുടെ പാപങ്ങളിൽ? ബാബേലിന്റെ ഉപദേശത്തിന്റെ പാപങ്ങളിൽ, അവളുടെ ബാധകളിൽ നിങ്ങൾ ഓഹരിക്കാരായിരിക്കരുത്. ഹല്ലേലൂയ. അവളെ വിട്ടുപോരുവിൻ. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ബാബിലോണിന് എന്തെങ്കിലും ഒരു അല്പം എന്തെങ്കിലും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നാം പരാജിതരായി ഒടുവിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്കീഴെ വെള്ളത്തിലുമുള്ള ഒന്നിന്റെയും പ്രതിമ നിങ്ങൾ ഉണ്ടാക്കരുത്. ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ആണിന്റെയും ഉണ്ടാക്കരുത്, പെണ്ണിന്റെയും ഉണ്ടാക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. POC ബൈബിളിൽ അത് പറയുന്നത്, യെഹെസ്കേൽ 16:17 പറയുന്നത്, ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ എടുത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നു. അപ്പം വിഗ്രഹാരാധന വേശ്യാവൃത്തി, ആത്മീയ വേശ്യാവൃത്തിയാണ്. ഹല്ലേലൂയ. അത് ജാതികളുടെ വഴിയാണെന്ന് പറയുന്നു. യിരെമ്യാവ് 10:2 പറയുമ്പോൾ, ജാതികളുടെ വഴി പഠിക്കരുത്. വിഗ്രഹാരാധന ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് ജാതികൾക്കാണ്. നമുക്കറിയാം, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അവരുടെ പ്രമാണത്തിൽ അതുണ്ട്. ക്രിസ്ത്യാനിയുടെ പ്രമാണത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പ്രമാണമില്ല. വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുവാൻ ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയെ നിങ്ങൾ ഉണ്ടാക്കരുത്. അവയെ നമസ്കരിക്കരുത്, അവയുടെ മുൻപിൽ പ്രണമിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കി സൂചിപ്പിക്കുക. അത് ആത്മീയമായിട്ട് വേശ്യാവൃത്തിയാണെന്ന് ഞാൻ മാത്രമല്ല പറയുന്നത്, ബൈബിൾ പറയുന്നു. കത്തോലിക്കർ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന POC ബൈബിള് 17-ാം അധ്യായത്തിന്റെ അവസാനം അവർ കൊടുത്തിട്ടുണ്ട്. റോമ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു എന്നാണ്. വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ, സ്വന്തം ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരുവന്റെ കൂടെ പോകുന്നതാണ് വേശ്യാവൃത്തി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ സ്വന്തം കർത്താവ് ഉള്ളപ്പോൾ ആ കർത്താവിനെ മാറ്റിവെച്ചിട്ട് വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി തൊഴുന്നത് ബൈബിൾ പ്രകാരം, വിശുദ്ധ ബൈബിൾ പ്രകാരം വേശ്യാവൃത്തി എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ തുറന്നു കാണിക്കാതിരിക്കുവാനായിട്ട് പറ്റില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് ബാബിലോണിൽ നിന്ന് വന്നതാ. ബാബിലോണിൽ നിന്ന് എങ്ങനെ വന്നു എന്ന് നമ്മൾ ചരിത്രം പഠിക്കുന്ന ഒരു പഠിതാവിന് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ബാബിലോണിന്റെ ഉപദേശം, അതിന്റെ ബാബിലോണിന്റെ ഹെഡ് ഓഫീസ് പെർഗമോസിലേക്ക് വന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെർഗമോസ് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമെന്നാണ്. അതിനുശേഷം പെർഗമോസിന്റെ ഏറ്റവും വലിയ അധികാരി മരണശാസനം വഴി അവിടുത്തെ നിയമങ്ങളെല്ലാം, ബാബിലോണിലെ നിയമം പെർഗമോസിൽ വന്നു. പെർഗമോസിൽ നിന്ന് അത് റോമിലേക്ക് കൊണ്ടുപോകുവാനുള്ള തന്റെ മരണശാസന എഴുതി വെച്ചപ്പോൾ അതിനകത്ത് അങ്ങനെയാണ് റോമിൽ ഇത് വന്നത്. റോമിൽ നിന്നാണ് ഈ ബാബിലോണിലെ സകല ഉപദേശങ്ങളും സർവ്വജാതികളിലേക്കും കടന്നു വരുന്നത്. അതാണ് യിരെമ്യാവ് 51-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം വായിച്ചത് ഒന്നുകൂടെ വായിക്കാം. യിരെമ്യാവ് 51-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ബാബേൽ
യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രം ആയിരുന്നു. ജാതികൾ അതിനെ വീഞ്ഞ് കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. ജാതികളാണ് ഈ പൊൻപാത്രത്തിൽ നിന്ന് കുടിക്കാൻ തുടങ്ങിയത്. ഈ പൊൻപാത്രത്തിലുള്ളതെന്താ? വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധന എവിടേക്ക് വന്നു? പെർഗമോസിലേക്ക് വന്നു. ചരിത്രമാണ് കേട്ടോ. പെർഗമോസിൽ നിന്ന് റോമിലേക്ക് വന്നു. റോമിൽ നിന്ന് സർവ്വജാതികളുടെ ഇടയിലും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. ജാതികളാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്. ക്രിസ്ത്യാനിക്കുള്ളതല്ലത്. അത് നമ്മൾ അറിയാതിരിക്കരുത്. അവളുടെ പാപങ്ങളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്. ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത് എന്ന് വിശുദ്ധ ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സ്നേഹിതരെ, കാര്യങ്ങൾ അറിയാതെ നമ്മൾ പോകരുത്. ഹല്ലേലൂയ. യെഹെസ്കേൽ 16:17 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ട് ആഭരണങ്ങളെടുത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. യിരെമ്യാവ് 10:2 ജാതികളുടെ വഴി പഠിക്കരുത്. ആവർത്തനം 18:9 ജാതികളുടെ മ്ലേച്ഛത നീ പഠിക്കരുത്. വിഗ്രഹാരാധന മ്ലേച്ഛതയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ മ്ലേച്ഛത കൊടുത്ത്, അത് ഊറ്റിക്കൊടുത്ത്, അത് പകർന്നു കൊടുക്കുന്ന മാതാവ് എവിടെയായിരിക്കുന്നത്? ബാബിലോണിയ. ഹല്ലേലൂയ. അതാ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നത്, മ്ലേച്ഛതകളുടെയും വേശ്യയുടെയും മാതാവ്, അവളുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, അത് ജാതികളിലേക്ക് അത് കൊടുക്കുന്നുവെന്നാണ്. ജാതികൾക്ക് അത് ഊറ്റിക്കൊടുക്കുന്നുവെന്നാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് 44:3-4 വാക്യം വായിക്കുമ്പോൾ, അവരോ നിങ്ങളുടെ പിതാക്കന്മാർ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്നു. എന്നെ കോപിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തം ഞാൻ ഇടവിടാതെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഞാൻ വെറുക്കുന്ന ഈ മ്ലേച്ഛകാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് അറിയിച്ചു. ഈ മ്ലേച്ഛതയുടെ ആരംഭം ബാബിലോണിലാണ്. ബാബിലോണിൽ നിന്ന് അത് പെർഗമോസിലേക്കും, പെർഗമോസിൽ നിന്ന് അത് റോമിലേക്കും വന്ന് വ്യക്തമായി ബൈബിൾ സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. ഈ മ്ലേച്ഛതയാണ് വിഗ്രഹാരാധന. അത് നിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത് പാപമാണ്. അത് ദൈവത്തോടുള്ള മത്സരമാണ്. ദൈവം വെറുക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം വെറുക്കുന്നതാ. ജീവനുള്ള ദൈവം വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെഹെസ്കേൽ 7:20 നമ്മൾ വായിക്കുമ്പോൾ, അവർ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയെന്നാണ്. യെശയ്യാ 54:5 വായിക്കുമ്പോൾ, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അപ്പൊ യഹോവ ആരാ? ഭർത്താവാ. യഹോവ ഇസ്രായേലിന്റെ ഭർത്താവാ. ആ യഹോവ തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ട് കടന്നു വന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാ? ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഭർത്താവാരാ? ദൈവസഭയുടെ മണവാളനാരാ? കർത്താവായ യേശുക്രിസ്തു. പഴയ നിയമ ഇസ്രായേലിന്റെ ഭർത്താവാരാ? യഹോവ. ഹല്ലേലൂയ. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യന്റെ കൂടെ പോകുന്ന, അന്യന്റെ കൂടെ ജീവിക്കുന്ന ജീവിതത്തെ വേശ്യാവൃത്തി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ദൈവമുള്ളപ്പോൾ ദൈവത്തിന്റെ പേരിൽ വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അതിന്റെ മുൻപിൽ പോയി നമസ്കരിക്കുകയും തിരികൊളുത്തുകയും അതിനോട് കാര്യങ്ങൾ, കല്ലിനോടും സ്വർണത്തോടും തടിയോടും ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുൻപിൽ ചെന്ന് കാര്യം പറയുന്നതിന് ബൈബിൾ പറയുന്നു അത് വേശ്യാവൃത്തിയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ 54:5 നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ. ഇനിയാണ് നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ദൈവജനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ പോയ ശേഷം
വിപരീത ഉപദേശം. വിപരീത ഉപദേശം എന്ന് പറഞ്ഞാൽ പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതൊഴിച്ച് ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താൻ ശപിക്കപ്പെട്ടവനാണ്. ഓർത്തഡോക്സ് സഭയിൽ ആ പാട്ടിങ്ങനെ പാടുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതൊഴിച്ച് ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലവിധം ഉപദേശങ്ങളിലോ വാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് നിങ്ങളോട് അറിയിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ വിപരീത ഉപദേശം, ബാബിലോണിൽ നിന്ന് വന്ന വിപരീത ഉപദേശത്തിൽപ്പെട്ട ഒന്നാണ് വിഗ്രഹാരാധന. ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാം ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ദൈവം അവസരം തരുന്നുവെങ്കിൽ കുറേശ്ശെ അത് വിശദീകരിക്കാം. പിന്നെ ദൈവത്തിന്റെ പ്രമാണത്തിന് എതിരായി നിൽക്കുന്ന മറ്റൊരു പ്രമാണം, അതും സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. എന്താ ദൈവത്തിന്റെ പ്രമാണം? എന്താ? ഒന്നാമത്തെ യഹൂദന് ദൈവം കൊടുത്ത പ്രമാണത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകൻ എന്നുള്ളതാണ്. ഈ ഏകൻ എന്നുള്ള പ്രമാണത്തെ ഇവിടെയാണ് സാത്താൻ പലപ്പോഴും അവൻ യുദ്ധം നടത്തുന്നത്. ഈ ഉപദേശത്തിനെതിരായിട്ടാണ് വെല്ലുവിളി നടത്തുന്നത്. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ഈ ഏകൻ എന്നുള്ള, എന്നിട്ട് ബൈബിൾ 2-3 വാക്യം ഞാൻ പെട്ടെന്ന് വായിക്കാം. ആവർത്തനം 4:12 വായിക്കുമ്പോൾ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് അവകാശമാക്കുവാനും തക്കവണ്ണം എന്ന് പറഞ്ഞതിനു ശേഷം പറയുകയാണ്, കൽപ്പനകളെ പ്രമാണിക്കണം, വചനത്തിൽ ഒന്നും കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. സദൃശവാക്യം 30:6 ഇത് തന്നെ പറയുന്നുണ്ട്. വചനത്തോട് നിങ്ങൾ കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. വെളിപ്പാട് പുസ്തകം 22:19 വായിക്കുമ്പോൾ 18-19, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഞാൻ ഇനി കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ബാബിലോണിയ ഉപദേശം, അവളുടെ പാപങ്ങളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്. അവളുടെ പാപത്തിൽ ഒന്നാമതായി വിഗ്രഹ ആരാധന അവൾ കൊണ്ടുവന്ന പാപമാണ്. ലോകത്തിൽ അത് ആ പാനപാത്രത്തിൽ 100 സകല ജാതികളും അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കടന്നു വന്ന ഈ ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു വന്ന ബാബിലോണിയ ഉപദേശത്തിൽ ഒന്ന്. മറ്റൊന്ന്, ദൈവത്തിന്റെ അതിപ്രധാനമായിട്ടുള്ള കൽപ്പനയ്ക്കെതിരായി വെല്ലുവിളി നടത്തി അതിനെ എങ്ങനെയെങ്കിലും വികൃതമാക്കുക എന്നുള്ളത് സാത്താന്റെ വലിയ തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ പരിണിതഫലമായിട്ടാണ് തൃത്വം എന്നുള്ള ഒരു മാരക വിഷം ക്രൈസ്തവ സമൂഹത്തിൽ പിശാച് കടത്തിവിട്ടത്. ഇത് ബാബിലോണിന്റെ ചരക്ക, ദൈവത്തിന്റെ പ്രമാണമല്ല. ദൈവം ഏകൻ എന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ വചനത്തോട് നിങ്ങൾ ഒന്നും കൂട്ടരുത് എന്ന് വ്യക്തമാക്കി വിളിച്ചു പറയുമ്പോൾ ദൈവം ഏകൻ എന്നുള്ളതിന്റെ തൊട്ടടുത്തു തന്നെ ത്രിയും കൂടെ ചേർത്ത് ദൈവം ത്രിയേകൻ എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ ഉപദേശം ബാബിലോണിൽ നിന്ന് കിട്ടിയ ദുരുപദേശമാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നില്ല. എങ്കിലും എന്റെ വചനത്തോടൊന്നും കൂട്ടരുത്, അതിൽ നിന്നും എടുത്തു കളരുത് എന്ന് ജീവനുള്ള ദൈവം, സത്യ ഏക ദൈവം, ദൈവത്തിന്റെ ആ കൽപ്പന, അലംഘനീയമായിട്ടുള്ള കൽപ്പന മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ ദൈവം ഏകനെന്നുള്ളതിന്റെ തൊട്ടടുത്ത് ഒരു ത്രീയും കൂടെ ചേർത്ത് ദൈവം ത്രിയേകനെന്ന് പഠിപ്പിക്കുന്ന ബാബിലോണിയ ഉപദേശം നീ പിടിച്ചുകൊള്ളുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, നീ ബാബിലോണിയ ഉപദേശം നിന്റെ തോളിൽ, നിന്റെ തലയിൽ കയറിയിരിക്കുകയാ. അതാ നീ ചുമക്കുന്നത്. ആമേൻ. അത് നീ ചുമന്നുകൊണ്ട് മുൻപോട്ട് പോകുകയാണ്. അതാ പറഞ്ഞ, സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, നിങ്ങൾ അവളുടെ പാവങ്ങളിൽ കൂട്ടാളികളാകാതെയും
അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ആമേൻ, ആമേൻ. പ്രിയ സ്നേഹിതരെ, ബാബിലോണിന്റെ ഉപദേശത്തിൽപ്പെട്ട ഒന്ന് വിഗ്രഹാരാധന, രണ്ട് ദൈവം തൃത്വം എന്ന് പഠിപ്പിക്കുന്ന വ്യാജ ചരക്ക്, ദൈവം ത്രിയേകൻ എന്ന് പഠിപ്പിക്കുന്ന വ്യാജ ചരക്ക്, ഇതെല്ലാം ബാബിലോണിയമാണ്. ഈ ബാബിലോണിയ ദുരുപദേശത്തിൽ നിന്ന് കർത്താവിന്റെ കാഹളനാദം മുഴങ്ങുന്നതിന് മുൻപേ നീ വിട്ടുപോരണം. സത്യസുവിശേഷത്തിന് വേണ്ടി സത്യത്തിന്റെ സാക്ഷിയായി നിൽക്കണം. അതാണ് നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏകൻ എന്ന്, ദൈവം ഏകൻ എന്ന് പഠിപ്പിക്കുന്ന ആ ഉപദേശത്തെ എങ്ങനെയെങ്കിലും വികൃതമാക്കാൻ വേണ്ടി സാത്താൻ കണ്ടുപിടിച്ച ഒരു തന്ത്രമാണ് ദൈവം തൃത്വമാണെന്നും ദൈവം ത്രിയേകമാണെന്നുള്ളത്. സാത്താന്റെ കൊടും വഞ്ചനയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാന് ഒന്ന് രണ്ട് വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. യൂദയുടെ പുസ്തകം 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തന്മാരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നേരെ നിൽക്കാൻ പറ്റില്ല. ഏക ദൈവത്തിന്റെ മുൻപിൽ നേരെ നിൽക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയുമില്ല. ഹല്ലേലൂയ, നേരായ നിലയിൽ നിൽക്കുക. ഇവിടെ നുഴഞ്ഞാണ് വരുന്നത്. നുഴഞ്ഞു വരും. ദൈവം ഏകനെന്ന് പഠിപ്പിക്കുന്നതിന് വിപരീതമായിട്ട് ദൈവം ത്രിയേകനെന്ന് പഠിപ്പിക്കുന്ന ആ നുഴഞ്ഞുകയറ്റമില്ലേ, ഇത് ക്രിസ്ത്യാനികൾ എന്ന് ചുമന്നുകൊണ്ട് അവന്റെ തലയിൽ സാത്താൻ എടുത്തു വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ ക്രൈസ്തവ ലോകം മുഴുവൻ ബാബിലോണിന്റെ ഉപദേശത്തിന് അടിമയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ ജനമായുള്ളവരെ, നിങ്ങൾ അവളുടെ പാപങ്ങളിൽ, ബാബിലോണി ആ സ്ത്രീയുടെ പാപത്തിന് കൂട്ടാളിയാകരുത്. അവളുടെ ബാധ നിന്റെ ജീവിതത്തിൽ വരുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർ 2:8 വായിക്കുമ്പോൾ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും, വെറും വഞ്ചന, അതാണ് സാത്താന്റെ തൃത്വോപദേശത്തിൽ. തത്വജ്ഞാനമുണ്ട്. ഇത് കേട്ട് പല സാധുക്കൾ മയങ്ങി വീഴും. എന്നാൽ ഏകദൈവ വിശ്വാസി ഈ തത്വജ്ഞാനത്തിൽ മയങ്ങി വീഴുന്നവനല്ല. ആമേൻ. അതുകൊണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഹല്ലേലൂയ, ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം അല്ല. മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമല്ല. പിന്നെ ആദ്യപാഠങ്ങൾക്ക്, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമാണ്. ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമാണ്, അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. തത്വജ്ഞാനവും വെറും വഞ്ചനയും. പണ്ട് ഞങ്ങൾ ഈ കൊച്ചി പട്ടണത്തിലൊക്കെ സുവിശേഷം അറിയിക്കുന്ന അവസരത്തിൽ ഇവിടെയുള്ള കത്തോലിക്ക സഹോദരങ്ങൾ, അവർക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്, നമ്മൾ മാതാവിനെ നിഷേധിക്കുന്നവരാണ്. സത്യത്തിൽ നമുക്കറിയാം, നമ്മൾ മാതാവിനെ ഒരിക്കലും നിഷേധിക്കുന്നവരല്ല. മാതാവിനെ നമ്മൾ മാനിക്കുന്നു, മാതാവിനെ ബഹുമാനിക്കുന്നു. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്: മാതാവിനെ ആരാധിക്കുന്നവരാണ് അവര്, കത്തോലിക്കര്. അങ്ങനെ ഒരു ആരാധന കത്തോലിക്ക പ്രമാണത്തിലുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യം, മാതാവില്ലാതെ മക്കളുണ്ടാവുമെന്ന്. മാതാവില്ലാതെ മക്കളുണ്ടാവുമോ? തൃത്വക്കാർ ചോദിക്കുന്നതാ, പിതാവില്ലാതെ പുത്രനുണ്ടാവുമെന്ന്. മാതാവും പിതാവും ഇല്ലാത്തവരാ നമ്മള് എന്നാ അവരുടെ ധാരണ. സത്യത്തിൽ മാതാവില്ലാതെ മക്കളുണ്ടാവുമോ എന്നുള്ള ചോദ്യം എന്താ? ദൈവവചനത്തിൽ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് മതം പഠിപ്പിച്ചിരിക്കുന്ന തത്വസംഹിത അവരെടുത്തോണ്ട് നടക്കുന്നു. അവർ ചോദിക്കുന്നു, സത്യത്തിൽ മാതാവില്ലാതെ മക്കൾ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആദമിന്റെ മാതാവിന്റെ പേരെന്താ? ആദം മാതാവില്ലാതെ ഉണ്ടായതല്ലേ? ആദമിന്റെ മാതാവിന്റെ പേരെന്താ? പറയില്ല. ഹല്ലേലൂയ. ആരാണ് പിതാവെന്ന് നമുക്കറിയാം. നമ്മൾ പിതാവില്ലാത്തവരല്ല, നമ്മളാണ് പിതാവുള്ളവര്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യന്റെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം
അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. പിന്നെ പറയുന്നത് അവനിലല്ലോ, അവനിലല്ലോ. അതിന്റെ 9-ാം വാക്യം, കൊലോസ്യർ 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ദൈവത്തിനൊരു രൂപമുണ്ടെങ്കിൽ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് യേശുവിന്റെ രൂപമായിരിക്കും. യേശുവിനെ കൂടാതെ ദൈവത്തെ കാണുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാ ഫിലിപ്പോസിനോട് പറഞ്ഞത്, ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും എന്നാ നീ പറയുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 20-29 നമ്മൾ വായിച്ചല്ലോ. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. 2 പത്രോസ് 2:1 വായിക്കുമ്പോൾ വിലയ്ക്ക് വാങ്ങിയ നാഥനെ പറയുന്നവർ രംഗത്ത് വരുമെന്ന് ദൈവത്തിന്റെ ദാസൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടന്മാർ ഉണ്ടാകുമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ദുരുപദേശവും ദുരുപദേഷ്ടന്മാരും വ്യാജോപദേശവും മ്ലേച്ഛതയുടെ ഉപദേശം മുഴുവൻ ഉടലെടുത്തത് ദൈവത്തിന് വിരുദ്ധമായിട്ട്. അതാണ് വിപരീത ഉപദേശം. പൗലോസ് അത് പറയുന്നില്ലേ? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേക്കുമെന്ന അധികാരത്ത്. ആ വിപരീത ഉപദേശമാണ് ദൈവം ഏകൻ എന്ന് പറയുമ്പോൾ, അല്ല ദൈവം ത്രിയേകൻ എന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിക്കുന്ന സാത്താന്റെ കൊടും വഞ്ചനയാണ്. ദൈവപൈതലേ, നീ അതിൽ കുടുങ്ങരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കണ്ട് പോയതുകൊണ്ട് പ്രാരംഭത്തിൽ അത് ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ പറയാതെ പോവുക എന്നുള്ളത് അത് യുക്തമല്ലാത്തത് കൊണ്ടാണ് ഞാൻ രണ്ടാമതെയും കറണ്ട് വന്നത് കഴിഞ്ഞതിന് ശേഷമായിട്ട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അത്താനാസ്യോസിന്റെ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ബൈബിൾ ഡിക്ഷണറിയിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. വേദപുസ്തക നിഘണ്ടു പേജ് 177 പേജിൽ അതുണ്ട്. അത്താനാസ്യോസിന്റെ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കത്തോലിക്ക വിശ്വാസം എന്നത് നാം ഏകദൈവത്തെ തൃത്വത്തിലും തൃത്വത്തെ ഏകത്വത്തിലും വന്ദിക്കുന്നത് തന്നെ. പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. പിന്നെ പറയുക, പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും മൂവരുണ്ട്. ബൈബിൾ വേദപുസ്തക നിഘണ്ടുവിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അത് ആരുടെ വിശ്വാസമാണ്? കത്തോലിക്ക വിശ്വാസം. കത്തോലിക്കർക്ക് എങ്ങനെ കിട്ടിയ വിശ്വാസം? അത് ബാബിലോണിലെ ഉപദേശമായിരുന്നു. ബാബിലോണിലെ ഉപദേശം എങ്ങനെ വന്നു? അത് ബൈബിൾ പറയും നുഴഞ്ഞു വന്നു എന്നാണ്. അത് വന്ന വഴിയാണ് ബാബിലോണിൽ നിന്ന് പെർഗമോസിലേക്ക് വന്നു. വെളിപ്പാട് പുസ്തകം പറയുന്ന പെർഗമോസിനെ കുറിച്ച് പറയുന്നത് അത് സാത്താന്റെ സിംഹാസനം എന്നാ പറഞ്ഞിരിക്കുന്നത്. പെർഗമോസിന്റെ പുരോഹിതൻ അവിടുത്തെ രാജാവ് തന്നെയാണ്. ആ രാജാവായിരിക്കുന്ന ആ രാജാവ് നിമിത്തം അത് റോമിലേക്ക് വന്നു. അതുകൊണ്ടാണ് കത്തോലിക്ക ബൈബിൾ, POC ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അവർ തന്നെ സമ്മതിക്കുന്നു. ഇതിന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് പറയും. കത്തോലിക്ക തന്നെ സമ്മതിക്കുന്നു. റോമ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. അതിന്റെ അടിഭാഗത്തുണ്ട്. എന്നിട്ട് പറയുക, വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവന്റെ കൂടെ പോകുന്നതാണ് വേശ്യാവൃത്തി. ഞാൻ മുമ്പേ വായിച്ചുവല്ലോ, യഹോവ നിങ്ങൾക്ക് ഭർത്താവായിരിക്കെ. പുതിയ നിയമത്തിൽ കർത്താവായ യേശു നമ്മുടെ മണവാളനായിരിക്കെ വേറൊരുത്തന്റെയും പുറകെ പോകേണ്ട ഗതികേട് ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബാബിലോണി ഉപദേശത്തിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. യെഹെസ്കേൽ ഇതിന്റെ അവസാനമായിട്ട് വായിക്കുന്ന ഒരു വാക്യമാണ്. യെഹെസ്കേൽ 18:30 ഒന്ന് വായിക്കുകയാണ്. അതിന്റെ ബി ഭാഗം: അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ്
നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവിൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവിൻ. നിങ്ങൾക്കും പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു? ഹല്ലേലൂയ. വിഗ്രഹാരാധനയും തൃത്വോപദേശവും ഈ ത്രിയേക പഠിപ്പിക്കലുമൊക്കെ ഒരു മരണത്തിന്റെ പൊതിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതും കക്ഷത്തിൽ വെച്ചുകൊണ്ട്, ഇതാരുടെയാ? ബാബിലോണിൽ നിന്ന് വന്നതാ. ബാബിലോണിൽ ഉപദേശമാ. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ വായിച്ച വാക്യം ഇങ്ങനെയാണ്: എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ഇത് ബാബേൽ രാജ്യത്തിന്റെ പട്ടണത്തിന്റെ നാശത്തിന്, ആ നാശത്തിൽ കുടുങ്ങരുത് എന്ന് കൊടുക്കുന്നതാണ്. അതിന്റെ 17-ാം അധ്യായത്തിൽ ഒരു മതത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അകൃത്യം, ഏതകൃത്യം? ഒന്ന് വിഗ്രഹാരാധന, രണ്ട് തൃത്വം ത്രിയേകം എന്നുള്ള പഠിപ്പിക്കൽ എന്നുള്ള ഈ മാരക ഉപദേശം. ആ പൊതിയുമായിട്ടാണ് നിന്റെ യാത്രയെങ്കിൽ അതൊരു ബോംബാ. നിന്റെ കക്ഷത്തിലിരിക്കുന്ന ആ പൊതിയെ ഒരു ബോംബാ. ഇത് ബോംബാണെന്ന് ഞാനിപ്പോ അറിയാതെ എനിക്കൊരു പൊതി കിട്ടി. ആ പൊതിയുമായിട്ട് ഞാൻ കക്ഷത്തിൽ വെച്ചോണ്ട് പോവുക. ഇതെന്താ പൊതി? ഇന്നിടത്തെ ചേട്ടൻ ബാബിലോണിലെ ആ പപ്പ തന്നതാ. ബാബിലോണിലെ ആ ചേട്ടൻ തന്നപ്പോ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നതാ. ഞാൻ നോക്കിയോ നല്ല മനോഹരമായി ഇടപെടുന്ന വലിയ തത്വജ്ഞാനവും വലിയ വലിയ ഉപദേശവും ഒക്കെയാ. അതുകൊണ്ട് ആ പൊതി ഞാനിങ്ങ് മേടിച്ചു. പക്ഷെ അത് ബോംബാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയണം. അത് ബോംബാണെങ്കിൽ നീ കക്ഷത്തിൽ വെച്ചോണ്ട് നടക്കരുത്. പ്രിയ സ്നേഹിത, നിന്നെ കൊല്ലുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ദുഷ്ടച്ചതിവിന്റെ ഒരു ബോംബാണ് ഈ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഈ പഠിപ്പിക്കൽ. ദൈവം ഏകനെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഇപ്പുറത്ത് ത്രീകളെ കൂട്ടിച്ചേർത്ത് ദൈവം ത്രിയേകനെന്ന് പഠിപ്പിക്കുന്ന വ്യാജ ഉപദേശം ആകുന്ന ഈ കൊടും ചതിയാകുന്ന ഈ പൊതി വലിച്ചെറിഞ്ഞിട്ട്, ഹല്ലേലൂയ, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിലേക്ക് മനം തിരിഞ്ഞു വരുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ വലിയ പ്രവൃത്തി എല്ലാവരുടെയും ജീവിതത്തിൽ അന്ത്യകാലത്ത് വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് സമയം വേർതിരിച്ചു തന്ന അബ്രാംകുട്ടി പാഷും, അതുപോലെ JCNDSD ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കുന്ന, അഡ്മിന്മാരായിരിക്കുന്ന ദൈവദാസന്മാർക്കും ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, അനുഗ്രഹമായ സമയത്തിനായി സ്തോത്രം. ഇതുവരെയും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവെ ഒന്നും മറച്ചു വെക്കാതെ പൗലോസ് പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനുള്ള കൃപ കർത്താവ് തന്നല്ലോ. ഹല്ലേലൂയ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കുവാനുള്ള വലിയ കൃപ കർത്താവ് നൽകണം. ഈ നാളുകളിൽ അന്ത്യകാലമായിരിക്കുക സത്യം തുറന്നു പറയുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അടിയങ്ങളുടെ മേൽ നൽകണമേ. നിന്റെ ദാസന്മാരെ സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഗ്രൂപ്പിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.